ഈ SDPI വലിയ രീതിയിൽ തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. NIA അന്വേഷണം തന്നെ ഇവരിലേക്ക് നീളുകയാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു അവതാരമല്ലേ SDPI? സംശയം എന്താ? പോപ്പുലർ ഫ്രണ്ടിൻ്റെ മറ്റൊരു അവതാരം പോപ്പുലർ ഫ്രണ്ടിനേക്കാൾ അപകടകാരിയായിട്ടുള്ള ഒന്നാണ് SDPI എന്ന് പറയുന്ന സംഘടന. അതിനെ വെച്ച് വാഴിക്കാൻ കുറേ സംഘടനകൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്. അവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയാതെ ചെയ്യുകയാണ്. അങ്ങനെ അതുകൊണ്ട് നിലനിൽക്കുന്നതാണ്. പിന്നെന്താ, രണ്ട് മാധ്യമങ്ങൾ, നമ്മുടെ ഈ ജനാധിപത്യം, സ്വാതന്ത്ര്യം, അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, ആർട്ടിക്കിൾ 19(1) ഉണ്ടല്ലോ, അതിൻ്റെ ബലത്തിൽ അതിൻ്റെ തിണ്ണമെടുക്കുകൊണ്ട് ഇങ്ങനെ വാഴുന്ന ചില വിഷമാണ്. അതിൻ്റെ ഉള്ളിൽ വിഷമാണ്, പരത്തുന്നതും വിഷമാണ്. ആ വിഷം തേനിൽ ചാലിച്ചു കൊടുക്കുമ്പോൾ നല്ല മധുരവും ഉണ്ടാവുമല്ലോ. ഇത് ആസ്വദിക്കാൻ കുറേ പേരും കാണും. അപ്പോൾ SDPIയുടെ ഈ മാധ്യമങ്ങളിലൊക്കെ ചില ബുദ്ധിജീവികൾ പോയി എഴുതും. അവരറിഞ്ഞുകൊണ്ടാണോ എന്നറിയത്തില്ല. ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളും മതേതര വിരുദ്ധമായ പ്രവർത്തനങ്ങളും വർഗീയമായിട്ടുള്ള പ്രവർത്തനങ്ങളും ചിന്തയുമാണ് ഇവർക്കുള്ളതെന്ന് തിരിച്ചറിയുക. അതൊരുമാതിരി ചതിയിൽപ്പെടുത്തിയാണ് ഇങ്ങനെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരെ ചൊവ്വയല്ല പറയുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് PFൻ്റെ ലക്ഷ്യം തന്നെയാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ലക്ഷ്യം തന്നെയാണ്. അത് 2047 ഇന്ത്യയെ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആയിട്ട്, തിയോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറ്റുക എന്നുള്ള പൂർണ്ണ ഇസ്ലാമിക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയാണോ അവർ തന്നെ ഈ PF തന്നെയാണ് ഈ ലവ് ജിഹാദ് എന്നൊക്കെ പറയുന്ന പരിപാടി പ്രസ്ഥാനത്തിന് ഒക്കെ കൊണ്ടുവന്നു. മുസ്ലിം ഇപ്പോൾ ക്രിസ്ത്യാനികളിൽ ഇവാഞ്ചലിസ്റ്റുകൾ ഉള്ളതുപോലെ ഇസ്ലാമിൽ ഇവാഞ്ചലിസ്റ്റുകളുണ്ട്. പക്ഷേ ഇതുപോലെ വിഷം നിറഞ്ഞവരല്ല. അവരുടെ മതത്തിലേക്ക് ആളുകളെ മാറ്റുക എന്നൊരു മിഷൻ ആയിട്ട്, അതൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്ത് മതത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ രാജ്യം പോലൊരു ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെയുള്ള പരിവർത്തനങ്ങൾ, അതിൻ്റെ ബാലൻസിനെ, ഡെമോഗ്രാഫിക് പ്രഷറിനെ, പോപ്പുലേഷൻ ഡിലിമിറ്റേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ജനാധിപത്യത്തിന് തന്നെ തകിടം മറിക്കുന്ന ഒന്നായിട്ട് മാറും എന്നുള്ളൊരു ഭീഷണി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലേക്ക് അന്വേഷണം നീളുമ്പോൾ കൂടുതൽ ഇടവും കേരളമാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതിൻ്റെ ഒരു പ്രസിഡന്റിനെ തന്നെ കേരളത്തിലെ മലയാളിയാണ്. അതുപോലെ തന്നെ ഇതിൽ ഒരു നിരോധനത്തിലേക്ക് പോകുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. കാരണം ഇവരെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലനിർത്തിയിരിക്കുന്നത്. അതിൽ കാര്യമൊന്നുമില്ല. നമ്മുടെ കൽക്കട്ടക്ക് അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അംഗീകാരം ഉണ്ടായിരുന്നല്ലോ, പാർലമെൻറ്റിൽ അവരുണ്ടായിരുന്നല്ലോ, സംസ്ഥാനവും അവർ ഭരിച്ചിരുന്നല്ലോ, ബാലറ്റിലൂടെ അധികാരത്തിൽ വന്നു. പക്ഷേ കൽക്കട്ട തേസിസ് എന്ന് പറയുന്ന ആ തിയറി BTR കൽക്കട്ട തേസിസിൽ അവതരിപ്പിച്ച്, ഇനിയിപ്പോൾ നമുക്ക് ജനാധിപത്യമൊന്നും വേണ്ട, ഇന്ത്യയുടെ ഭരണഘടനയും വേണ്ട, നമുക്ക് നേരെ നമ്മുടെ ഭരണഘടന, നമ്മുടെ കോടതി ജനകീയ കോടതിയാണ്, അപ്പോൾ ഇനി വിപ്ലവത്തിലേക്ക് തന്നെ പോകാം, ജനാധിപത്യ വിപ്ലവം, മാവോസത്വത്തിൻ്റെ മാതൃകയിലുള്ള വിപ്ലവത്തിലേക്ക് ഒന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് കൽക്കട്ട കോൺഗ്രസ്സിൽ, അതാണ് കൽക്കട്ട തേസിസ് എന്നറിയപ്പെടുന്നത്, കൽക്കട്ട തേസിസിൽ വെച്ച് അവർ തീരുമാനിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്തപ്പോൾ ഇവിടെ പ്രധാനമന്ത്രിയായിരുന്നത് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. അദ്ദേഹം തന്നെ ആ പാർട്ടിയെ നിരോധിച്ചല്ലോ, കമ്മ്യൂണിസ്റ്റുകാരെയെല്ലാം അറസ്റ്റ് ചെയ്തല്ലോ, കൊടിയ പീഡനങ്ങൾക്ക് അവർക്ക് വിധേയം ആവുകയും ചെയ്തു. എത്രയോ പേർ ഒളിവിൽ പോയി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. ആന്ധ്രാപ്രദേശിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് അതിശക്തമായിരുന്നു. അപ്പോൾ ഈ നക്സലൈറ്റുകളെ പോലെ അവർ നിരോധിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിരോധിക്കുന്നതിലൊന്നും പ്രശ്നമില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം ഉണ്ടെന്ന് വിചാരിച്ച് നിരോധിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ജസ്റ്റിഫൈ ചെയ്യണം. കോടതിയിൽ ചെന്നിട്ട് എന്ത് കാരണം കൊണ്ടാണ് ഇവരെ നിരോധിച്ചത്. തീർച്ചയായിട്ടും SDPI അതിനെതിരെ റിട്ടുമായിട്ട് കോടതിയിൽ പോകുന്നുള്ള ഉറപ്പാണ്. അവർക്ക് പണമുണ്ട്, ആൾബലമുണ്ട്. ആൾബലം എന്ന് പറഞ്ഞാൽ കുറച്ചു മതി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള, ചാവേറായി പോകാനും തയ്യാറായിട്ട കുറേ പേര് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ NIA മലപ്പുറത്ത് അവരുടെ ഓഫീസിൽ ഈ റെയ്ഡ് നടത്തിയപ്പോൾ എന്തൊരു പ്രകടനമായിരുന്നു അത്. അതിന് പുറത്ത് എന്തൊരു പ്രതിഷേധ പ്രകടനമായിരുന്നു. NIA ഭടന്മാർക്ക് പോലും, ജീവനക്കാർക്ക് പോലും കടന്നു പോകാനാകാത്ത വിധം കൽക്കട്ടയിലൊക്കെ കാണിക്കുന്നത് പോലെ CBI ഒക്കെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയും വണ്ടി തകർക്കുകയും ഒക്കെ ചെയ്തതുപോലെ ഒരു അന്തരീക്ഷം, ഭീകരാന്തരീക്ഷം അവർ സൃഷ്ടിച്ചു. പക്ഷേ ഈ ഇവരുടെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോൾ LDFO UDFO ആരും തന്നെ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത്
അപ്പോഴും PC ജോർജ് ചോദിക്കുന്നുണ്ട്, എവിടെ പോയി നിങ്ങളുടെ പ്രതിഷേധം? ഈ ഇവരൊക്കെ തന്നെയാണല്ലോ പിന്നെ SDPI ഒക്കെ മാറിയും മറിഞ്ഞും ഒക്കെ കൊണ്ട് നടന്നിട്ടുള്ളത്. അതുപോലെ PC ജോർജിന് കപട മതേതരത്വമില്ല. ഈ കപട മതേതരത്വത്തിൻ്റെ ധാരാളം ദൃഷ്ടാന്തങ്ങൾ അതിനു മുമ്പ് തന്നെ കേരളം കണ്ടല്ലോ. PFന്റെ സ്വത്ത് കണ്ടുകെട്ടണം എന്ന് അറ്റാച്ച് ചെയ്യണം എന്ന് കോടതി ഉത്തരവിട്ടപ്പോൾ, ഹൈക്കോടതി പറഞ്ഞപ്പോൾ, ശക്തമായിട്ട് നിർബന്ധിച്ചപ്പോൾ പോലീസിനോട് കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞത്? അത് പതുക്കെ പോയാൽ മതിയെന്ന്. അത് പതുക്കെ പോയാൽ മതി എന്നുള്ള ആനുകൂല്യമാണ് നൽകിയത്. അതാണ് കപട മതേതരത്വം എന്ന് പറയുന്നത്. പിന്നെ ഡൽഹിയിൽ ഇവരുടെ SDPIയുടെ ആളിനെ കള്ളപ്പണത്തിൻ്റെ പേരിൽ പണം വെളുപ്പിക്കൽ എന്ന് പറയുന്നത്. കള്ളപ്പണം എടുത്തിട്ട് നല്ല പണമാക്കി. അതാണ് അവരുടെ ഫണ്ടിങ്. മയക്കുമരുന്നിൽ നിന്നുള്ള ഫണ്ടുണ്ട്, വിദേശത്തു നിന്ന് കിട്ടുന്ന ഫണ്ടുണ്ട്. ഇങ്ങനെ പല ഫണ്ടുകൾ ചേർന്നുള്ള അവിഹിതമായിട്ടുള്ള ധനാഗമ മാർഗങ്ങളാണ് അവരവലംബിക്കുന്നത്. അതിനെ പ്രതിഷേധിച്ച് അതിനെതിരായിട്ട് ഏതെങ്കിലും ഒരു കക്ഷി സംസാരിച്ചതായിട്ട് കണ്ടോ? അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, ഡൽഹി വിമാനത്താവളത്തിലായിരുന്നു അറസ്റ്റ്. അല്ലെങ്കിൽ കേരളത്തിലെ കക്ഷികളെല്ലാം കൂടെ പ്രതിഷേധിച്ചേനെ. അബ്ദുൽ നസർ മദനി എന്ന് പറയുന്ന തീതുപ്പൊന്ന വർഗീയത വിഷം വമിച്ചുകൊണ്ടിരുന്ന ഭീകരവാദിയെ അറസ്റ്റ് ചെയ്തപ്പോൾ കാണാൻ പോയതിൽ ആരുണ്ട്? നമ്മുടെ മതേതരനെന്ന് നമ്മൾ കരുതുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹു വരെയുണ്ട്. അഗ്രഹാര ജയിലിൽ ഇവരെ പോയി സന്ദർശിക്കാൻ VIP കാണുന്നു. എന്തൊരു മതേതരത്വം! അല്ല, കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം തന്നെ പറഞ്ഞത് മുസ്ലിം ലീഗ് മതേതര പാർട്ടി തന്നെയാണ്, മതേതര പാർട്ടിയാണെന്ന്. ഇതാണ് കപട മതേതരത്വം എന്ന് പറയുന്നതിൻ്റെ മകുടോദാഹരണമാണത്. മുസ്ലിം ലീഗിനെ എങ്ങനെ ഒരു മതേതര പാർട്ടി എന്ന് പറയും? ഇതിൽ നിങ്ങളുടെ മുസ്ലിം എന്നുള്ള പേരെന്തിനാണ്? ആ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കക്ഷി ഇന്ത്യയിലുണ്ടാക്കിയിട്ടുള്ള രക്തച്ചൊരിച്ചിൽ എത്ര കൊടിയ യാതനകളാണ് ഹിന്ദുവിൻ്റെ അവസാനത്തെ അഭയകേന്ദ്രവും പുണ്യഭൂമിയുമായി ഇന്ത്യയിലുണ്ടായത്. ഇന്ത്യയിലെ പുണ്യനദിയായ ഗംഗയിലൂടെ, യമുനയിലൂടെ, മറ്റെല്ലാ സിന്ധുവിലൂടെ എത്രമാത്രം രക്തമാണ് ഒഴുകിയത്! എന്തൊരു കൊടിയ ക്രൂരതയാണ് കാണിച്ചത്! അത് കണ്ട് ചിരിച്ചിരിക്കുകയല്ലായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ആക്ഷന് തുടക്കം കുറിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. മുഹമ്മദ് അലി ജിന്ന ഈ രക്തച്ചൊരിച്ച് ഹിന്ദുവിൻ്റെ ഈ രക്തം കണ്ടിട്ട് ചിരിക്കുകയല്ലായിരുന്നു, ഉന്മത്തനായിരിക്കുകയല്ലായിരുന്നു. അങ്ങനല്ലേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഉണ്ടായത്? ആ പേര് പേറുന്ന ഒരു രാഷ്ട്രീയ കക്ഷി വാസ്തവത്തിൽ ഇന്ത്യയിൽ അനുവദിക്കാൻ പാടില്ലാത്തായിരുന്നു. ആ പേര് പേറിക്കൊണ്ട് മതേതരത്വം എന്ന് പറയുമ്പോൾ അത് ഏറ്റുപിടിക്കാൻ നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ എന്തു പേരിലാണ് വിളിക്കേണ്ടത്? കപട മതേതരത്വം എന്നുള്ള മാന്യമായ വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ താങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മഹാൻ വന്ന് പറഞ്ഞല്ലോ, ഗാന്ധിജിയുടെ പ്രഭവപുത്രനാണെന്ന് പറയുന്നു തുഷാർ ഗാന്ധി. ലോകം മുഴുവൻ വിഷം വ്യാപിപ്പിക്കുകയാണ് RSS എന്ന്. അദ്ദേഹം കാണുന്നുണ്ട് ഹമാസ് ചെയ്ത കൊടിയ ഭീകരത. പാകിസ്ഥാനിലെ കറ്റയിലെ ബലൂച്ച് നാഷണൽ ആർമി ചെയ്യുന്നത്, തീവണ്ടി യാത്രക്കാരെ കൊല്ലുന്നത്, അതുപോലെ തന്നെ തെഹ്രീക്ക് താലിബാൻ പട്ടാള ക്യാമ്പിലെത്തി പട്ടാളക്കാരെ കൊല്ലുന്നതും എല്ലാം കണ്ടിട്ട് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട്. നോക്കൂ, ലോകത്തിൽ ഇപ്പോൾ കലാപ ഭൂമിയായിക്കൊണ്ടിരിക്കുന്ന, തീകെടാത്ത, സമാധാനം നഷ്ടപ്പെട്ട രാഷ്ട്രങ്ങളെന്ന് പറയുന്നത് എണ്ണിപ്പറയാം. ഒന്ന് പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, അതുപോലെ തന്നെ നമ്മുടെ പലസ്തീൻ, ഈ പ്രദേശങ്ങളിൽ ഇനിയുണ്ട് യമൻ, അതുപോലെ തന്നെ നൈജീരിയ, സുദാൻ. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ RSS ഉണ്ടോ? ഹിന്ദുക്കളുണ്ടോ? ഏത് കക്ഷിയാണ് അവിടെ ഭൂരിപക്ഷം? അവിടെ വിഷമിപ്പിക്കുന്ന ആരാണ്? കുട്ടികളെ കൊല്ലുന്ന ആരാണ്? കൊച്ചു പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുന്നത് ആരാണ്? ഇത്രയും ക്രൂരതകൾ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ ഇതൊന്നും കാണുന്നില്ല. RSS ആണ് വിഷം. ഈ SDPIക്കാരെയും അതുപോലെ തന്നെ ജമായത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ടിനെയും ഒക്കെ ഈ ലീഗ് ഒരു സംരക്ഷണ വലയം തീർത്തു കൊടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല. ലീഗ് ശരിക്കും പറഞ്ഞാൽ VM സുധീരൻ തന്നെ ഒരിക്കൽ എന്നോട് പറഞ്ഞു, ലീഗ് എന്ന് പറയുന്നതിന് പ്രസക്തിയുണ്ട്, ഒരു കക്ഷി ആവശ്യം. കാരണം മുസ്ലിങ്ങൾ ഒരു തരം തീവ്രവാദത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് വേണം ഇവിടെ. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമുദായമാണ്. പക്ഷേ മുസ്ലിങ്ങളിൽ ഭൂരിഭാഗം ഇപ്പം തീവ്രവാദത്തിലേക്ക് പോയി കഴിഞ്ഞു. തീവ്രവാദത്തെ ഇപ്പോൾ അവരനുകൂലിക്കാതിരിക്കുന്നത് NIAയും അതുപോലെ ഇവിടുത്തെ പട്ടാളവും പോലീസും ഒക്കെ ഉള്ളതുകൊണ്ടാണെന്നുള്ള സ്ഥിതിയാണ്. അതില്ലെങ്കിൽ അത് ശക്തമാവുന്നതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ ശിഥിലമായി പോകണമെന്ന് ആഗ്രഹമുള്ളവരാണ്. ഇനിയും പറയാം,
ഈ കക്ഷിക്ക് പക്ഷേ, ഈ മുസ്ലിം ലീഗിന് പക്ഷേ ഈ തീവ്രവാദികളുടെ വരവ് ഇന്ത്യയിൽ തടയാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിൽ പോട്ടെ, കേരളത്തിലാണല്ലോ അവർ പ്രബലം, അവിടെയും അവർക്ക് കഴിഞ്ഞിട്ടില്ല. വളരെ പ്രബലമായിട്ട് സ്വന്തം മാധ്യമങ്ങളുമായിട്ട് PF വന്നു. എന്ത് ചെയ്യാൻ കഴിഞ്ഞു? ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നും വേണ്ടല്ലോ, നമ്മുടെ PDP വന്നില്ലേ, നാസർ മദനിയുടെ, അന്ന് അതിനെ CPM പിന്തുണച്ചില്ലേ? CPM-ന്റെ വേദിയിൽ തന്നെ വന്നില്ലേ? പിന്നെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ടും അച്യുതാനന്ദനെ അവിടെ ഇട്ട് അവഹേളിച്ചില്ലേ ഈ പിണറായി വിജയൻ? എന്തൊരു സ്വീകരണമാണ് കിട്ടിയത്? ആ PDP ഇന്ന് എവിടെ? അത് വേറൊരു കാര്യം. അപ്പോൾ ഈ രാജ്യത്ത് നിങ്ങൾക്ക് അങ്ങനെ മതതീവ്രവാദം കൊണ്ടുവരാൻ പറ്റില്ല. ഹിന്ദു വിചാരിച്ചാലും മുസ്ലിം വിചാരിച്ചാലും ക്രിസ്ത്യാനി വിചാരിച്ചാലും കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നടക്കുന്നത് മതങ്ങളുടെ ഒരു കാവ്യനീതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ജനാധിപത്യ വിരുദ്ധമെന്നും വർഗീയതയെന്നും ഒക്കെ വിളിക്കുന്നത്, അത് ഇവിടെ വർഗീയ ഭ്രാന്ത് പിടിച്ച് ഒരിക്കൽ കൂടി ഒരു ഡിവിഷൻ ഉണ്ടാക്കി വീണ്ടും ഒരു പാകിസ്ഥാൻ്റെ ആ വിഭജനത്തിൻ്റെ ആ മുറിവുകൾ വീണ്ടും ആവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് ഈ വിഘടനത്തിൻ്റെ ചില ബിംബങ്ങളെ കൊണ്ടുവന്ന് വീണ്ടും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർക്ക് ഈ ഇസ്ലാം ഭീകരവാദത്തിലേക്ക് പോകുന്നത് തടയാൻ കഴിഞ്ഞിട്ടില്ല. ശരിയാണ്, വിദ്യാഭ്യാസത്തിൽ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയെ അവർക്ക് വളരെ നല്ല കാര്യം തന്നെയാണ്, വളരെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിം ലീഗ് ആയിരുന്നു വിദ്യാഭ്യാസം ഭരിച്ചുകൊണ്ടിരുന്ന ഏറെക്കാലം. അതിൻ്റെ പുരോഗതി മലപ്പുറം, അതുപോലെ തന്നെ ഈ മുസ്ലിങ്ങളിലെ പാവങ്ങൾക്കിടയിലും വളരെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. റാങ്ക് നേടുന്നവർ മുസ്ലിങ്ങളെ വലിയൊരു പുരോഗതിയും മാറ്റവും. പക്ഷേ അവർക്കൊരിക്കലും ഭീകരവാദത്തെ തടയാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ അവർ ഈ മുതലാളിത്ത ചങ്ങാത്തമെന്ന് തീവ്രവാദ ചങ്ങാത്തത്തിൻ്റെ പാതയിലേക്ക് പോയിരിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. ആ അവസരത്തിൽ അവരെ മതേതരമെന്നൊക്കെ വിളിപ്പേര് വിളിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധം മാത്രമല്ല, അവരുടെ മതേതരത്വ ജനാധിപത്യ വിരുദ്ധവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.